വേണ്ടിയിട്ട് നല്ലൊരു കീടനിയന്ത്രണവും വളവും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിറച്ചും നമുക്ക് തിളർപ്പ് വരും. തിളർപ്പിൽ നിറച്ചും മുല്ലപ്പൂമുട്ടുകൾ നിറഞ്ഞു വരാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടോ, ഇതേപോലെ ഒരുപാട് പൂക്കൾ വിരിഞ്ഞു, അതേപോലെ തന്നെ മുട്ടുകൾ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ തിളർപ്പുകൾ നമ്മൾ ഈ ഒരു മുല്ലച്ചെടിയിൽ ഉണ്ടാക്കിയെടുത്താലാണ് നമുക്ക് നന്നായിട്ട് മുല്ലപ്പൂ കിട്ടുള്ളൂ അല്ലേ. അപ്പം ഒരുപാട് വലിയ ചെടിയാവാതെ ശ്രദ്ധിക്കുകയും വേണം. അതേപോലെ തന്നെ നിറച്ച് ബ്രാഞ്ചുകളും വേണം. ഇതിനാണ് നമ്മൾ ഈ നല്ലൊരു കീടനിയന്ത്രണവും ഈ ഒരു വളവും ഒരുമിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നല്ല റിസൾട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ കൂടി ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ലൈക്ക് തരാനും മറന്നു പോരുതേ. 5-6 മണിക്കൂർ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് നടുകയാണെങ്കിലാണ് നമുക്ക് നല്ല കുറ്റിയായിട്ട്, നല്ല കുറ്റിച്ചെടി ആയിട്ട് നമുക്ക് ഈ ഒരു കുറ്റിമുല്ല വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നാടൻ ആയിക്കോട്ടെ, അതിലും നമുക്ക് ഇതേപോലെ കുറ്റിച്ചെടിയായിട്ട് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കൃത്യമായിട്ട് വെട്ടി പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഒരുപാട്